സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഈ ആർട്ട് പഠിക്കാൻ ഡ്രോയിങ് പഠിക്കാൻ എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്റെ ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഈ കറക്റ്റ് ആ ടൈമിൽ പോകണം, അതൊന്നും നടക്കില്ല എന്നറിയാം. ഈ ഓൺലൈൻ ക്ലാസ് വന്നുകൊണ്ട് നമുക്ക് എന്താ പറയാ, ചിന്തിക്കാത്തതാണ് എനിക്ക് നടന്നത്. എന്തായാലും സ്വപ്നം പോലും കാണാത്തതാണ് ക്ലാസ്സിൽ ഒരു ഓൺലൈൻ ക്ലാസ് ചേർന്ന് ഈ ഡ്രോയിങ് വരയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പെയിന്റിങ്ങും എല്ലാം ചെയ്യാൻ പറ്റുക. എനിക്കത് ചിന്തിക്കുക കൂടി ചെയ്യുന്ന സ്വപ്നങ്ങളിലും കൂടി ഇല്ലാത്തതാണ് എനിക്ക് നടന്നത്. എന്തായാലും എന്റെ സ്ട്രെസ് റിലാക്സ് ആവാനും, സ്ട്രെസ് ഒഴിവാക്കി റിലാക്സ് ആവാനും, പിന്നെ എനിക്ക് പുതിയ മോഹങ്ങള്, എന്താ പറയാ, സ്വപ്നങ്ങള് ഉണ്ടാവാനൊക്കെ ഈ ക്ലാസ് കൊണ്ടാണ് പറ്റിയത്. ഈ കമ്മീഷൻ വർക്ക് ഒന്നും ഒരു സ്വപ്നമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്തുകൊണ്ടായിക്കൂടാ അങ്ങനെ ഒരു ചിന്ത പോലും വന്നത് അതുകൊണ്ടാണ്. ക്ലാസ്സിൽ കുറച്ച് പേര് കമ്മീഷൻ വർക്ക് ചെയ്യുന്നു, കുറച്ച് പേര് ക്ലാസ് എടുക്കുന്നു, കുറച്ച് പേര് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, കുറച്ച് പേര് ലൈഫ് അതിലൂടെ ചേഞ്ച് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കും പറ്റുമെന്നൊരു തോന്നൽ വരും, അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യണമെന്നൊരു തോന്നൽ വരും. സാറ് പറഞ്ഞില്ലേ, കമ്മീഷൻ വർക്ക് എടുക്കുന്നത് തെറ്റല്ല, സെയിൽ ചെയ്യുന്നത് തെറ്റല്ല, ഏതിലോ ഒന്ന് പറഞ്ഞിരുന്നു സാറ്. അല്ല, അതുകൊണ്ടാണ് പണ്ടത്തെവരൊക്കെ ദരിദ്രന്മാരായി പോയതെന്ന്. ആർട്ടിസ്റ്റുകൾ എന്തുകൊണ്ട് ദരിദ്രരായിട്ട് പോകുന്നു, അതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അറിയണം. ഡ്രോയിങ് ക്ലാസ്സിൽ എന്തിനായിരുന്നു ഫസ്റ്റിലൊക്കെ വിചാരിച്ചിരുന്നു, മോട്ടിവേറ്റ് മടി മാറ്റാനും ഇതിനൊക്കെ. പക്ഷെ അതിപ്പം മനസ്സിലാവുന്നത് എന്തിനാന്ന്. എനിക്കിപ്പോഴാണ് അതൊക്കെ കൂടുതൽ ക്ലിയർ ആവുന്നത്. ഈ മടി മാറ്റാനും ടൈം ടേബിൾ എന്തിനു വേണം. ടൈം ടേബിൾ കഴിഞ്ഞ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അതിനനുസരിച്ച് ഇപ്പം ചില ദിവസമൊന്നും അധികം ടൈം കിട്ടാറില്ല. ജോലി കഴിഞ്ഞ് കുറെ ലേറ്റ് ആയിട്ടാണ് എത്താറ്. എന്നാലും ഞാൻ, സാറ് പറയാറുണ്ടല്ലോ, ഒരു അരമണിക്കൂറെങ്കിലും അതിന് വെച്ചാല് നല്ലതാണ്. ഞാൻ അതിനനുസരിച്ച് ഞാനത് എന്താ വെച്ചാൽ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങിയാൽ എത്ര സമയം പോണെന്ന് അറിയില്ല. പിന്നെ ക്ലോക്കിൽ നോക്കുമ്പോഴാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ അത്രയും ഇൻട്രസ്റ്റ്, എനിക്ക് ഇഷ്ടമാണ് വരയ്ക്കാൻ. അതുകൊണ്ട് തന്നെ സമയം നോക്കാറില്ലേ. നമസ്കാരം. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി വെൽനസ് സബ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു ജേണീനെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ദ്വിതീയ മാം ഉണ്ട്. അപ്പോൾ ആർട്ട് ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റെപ്സ് കംപ്ലീറ്റഡ് ആയിട്ട് റിവാർഡ്, കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് ഇപ്പം മാം ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. എനിക്ക് ആദ്യം താങ്ക് യു. ചോദിച്ചറിയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാനുണ്ടായിരുന്ന റീസൺ എന്തായിരുന്നു? അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദ്വിതീയ, കോഴിക്കോടാണ് വീട്. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കാരണം 2020 ആ കൊറോണ കാലത്ത്, എന്താ പറയാ, ഞങ്ങളുടെ കുടുംബത്തിലൊരു വല്ലാത്തൊരു ദുരന്തം ഉണ്ടായി. അതിനുശേഷം ആ കാലത്താണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. അപ്പൊ വെറുതെ യൂട്യൂബ് നോക്കി ഇങ്ങനെ വരയ്ക്കും ഓഫീസിലാവുമ്പോഴും. എന്നിട്ട് ന്യൂ ഇയറിന്റെ സമയത്ത് ഞാനൊരു ന്യൂ ഇയറിന്റെ ചിത്രമൊക്കെ, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതിയിട്ട് ഓഫീസിലൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. ആ, അപ്പം ആ ടൈമിൽ വരയ്ക്കുമ്പോൾ നല്ല റിലാക്സ് കിട്ടിയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാ വരച്ചിരുന്നത്. അപ്പോഴാണ് ഇൻസ്റ്റ നോക്കുമ്പം പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്വപ്നത്തിൽ പോലും പഠിക്കാൻ പറ്റുന്ന എനിക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റ നോക്കുമ്പോഴാണ് അപ്പൊ ആ ഒരു പ്രായമായ സ്ത്രീയുടെ ആഡ് കണ്ടത്, സാറിട്ട ആഡ് കണ്ടത്. അപ്പൊ അത് കണ്ടപ്പോ ലൈഫ് ടൈം ആണെന്നും കണ്ടു. അപ്പൊ വെറുതെ അതിൽ കയറി നോക്കിയതാണ്. ഓൺലൈൻ ആണല്ലോ, മറ്റേ ഓഫ്ലൈൻ ക്ലാസ്സിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ശ്രമിച്ചില്ല. അപ്പൊ ഇത് സാറിന്റെ ആഡ് കണ്ടപ്പം അതിൽ ചേർന്നു. പക്ഷെ വെറുതെ ചേർന്നതാ, എന്താന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതില് ചേർന്നതാ. പരിചയമില്ലാത്തവരല്ലേ, നമുക്ക് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പല പറ്റിപ്പും അതൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ആഡ് കണ്ടപ്പോ എന്തോ, ഞാൻ സാധാരണ അങ്ങനെ ഒന്നും ആഡൊന്നും തുറന്നു നോക്കാത്ത, ഇതെന്തോ എനിക്ക് തുറക്കാൻ തോന്നി. എന്നിട്ട് അതില് അന്ന് തന്നെ ജോയിൻ ചെയ്തു. സാർ ആ റിപ്ലൈ ഇട്ടു, അന്ന് തന്നെ ജോയിൻ ചെയ്തു. എന്നിട്ടും സംശയത്തോടു കൂടി തന്നെയാ. പക്ഷെ
കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ലൈവ് മീറ്റിംഗ്, സൂം മീറ്റിംഗിൽ വന്നപ്പോൾ തന്നെ എനിക്കറിയില്ല, ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ഒരു ഗുരുവിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര, എനിക്ക് എന്താന്ന് അറിയില്ല, അത്രയും സന്തോഷമായിരുന്നു ആ സൂം മീറ്റിംഗിലുള്ള സാറിന്റെ ഒരു എന്താ പറയണ്ടെന്ന് അറിയില്ല എനിക്ക്. അതുകൊണ്ട് അത് സാധാരണ ഞാൻ ഡ്രോയിങ് ഒക്കെ പകുതി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ബിസി ആയാൽ പിന്നെ നിർത്താറാണ്. ഇത് സാറിന്റെ ആ സൂം മീറ്റിംഗിലെ മോട്ടിവേഷനും, ഫസ്റ്റ് മീറ്റിംഗിലൊന്നും ഞാൻ വീഡിയോ ഒന്നും ഓൺ ചെയ്തിരുന്നില്ല, എന്താന്ന് ഒന്നും അറിയില്ലല്ലോ. പക്ഷെ അതിൽ തന്നെ സാറ് വീഡിയോ ഓൺ ചെയ്യണം, സംശയങ്ങൾ ചോദിക്കണം. പിന്നെ ഞാൻ കുറെ സംശയങ്ങളൊക്കെ ഇടയ്ക്ക് ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല എനിക്ക്. എന്താ വെച്ചാൽ പലരും ചോദിക്കുന്നതിന് തന്നെ എനിക്കുള്ള ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, സാറ് എങ്ങനെ എന്റെ മനസ്സിലുള്ളത് അറിഞ്ഞിട്ട് ഓരോ സൂം മീറ്റിംഗിൽ ഓരോന്ന് ഓരോ വിഷയങ്ങൾ കൊണ്ടുവരുന്നതാണ്. പലതിനും പോർട്രേറ്റ് ആണെങ്കിലും അത് എനിക്ക് സംശയമുള്ള ഒരു സമയത്ത് തന്നെ അത് വന്നിരുന്നു. പിന്നെ ഷെയ്ഡിങ്ങിന്റെ കാര്യത്തില് അതൊക്കെ എനിക്ക് ആ ഡൗട്ടുള്ള അതേ സമയത്ത് തന്നെ സാർ അതിന്റെ ക്ലാസ് വെച്ചു. അതുപോലെ എനിക്ക് മനസ്സിൽ തോന്നുന്നു, അത് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. എനിക്ക് അത്രയും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സാറിനോട്. കുറെ പറയണമെന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇതിൽ ചേരാൻ കാരണം. ഈ പഠിച്ചു വരുമ്പം തന്നെ നമ്മൾ ഇത് പഠിക്കുകയാണെന്ന് തോന്നില്ല. ഞാനിങ്ങനെ വിചാരിച്ചു, ഈ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ശരി തന്നെയാണോ പഠിക്കണോ, ഒന്നും പറഞ്ഞു തരാനും ആരുമില്ല. പിന്നെ എന്താ ഇപ്പം വേണ്ട. പക്ഷെ താനേ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ക്ലാസ് ഇങ്ങനെ ഞാൻ അതേ ഓർഡറിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്. അതിനുശേഷമുള്ള ഈ ഞാൻ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഈ കളർ പെൻസിലും അതൊന്നും തുറന്നു തന്നെ നോക്കിയിട്ടില്ല. അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ വരുന്നത്. എത്തുന്നോടത്ത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. ലൈഫ് ടൈം ആണല്ലോ, സാറാ പറഞ്ഞതിൽ ആ ഓർഡറിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചാലും എന്താ പറയാ, എനിക്ക് തന്നെ ഞാൻ തന്നെ അറിയാതെയാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതെന്ന് തോന്നുന്നു എനിക്ക്. ഇനി സാറ് നോക്കിയാലേ അതെന്താന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും എൻ്റെ ഒരു താങ്ക്സ് ഉണ്ട്. എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാനുണ്ടല്ലോ, ആ ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ഉം ചെയ്ത ടൈമിൽ നമുക്ക് ഡ്രോയിങ് പെയിന്റിങ് കോഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ വെൽനസ് റിലേറ്റഡ് കോഴ്സും കൂടി ആഡ് ചെയ്തത്. ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുന്നവരിൽ ഒരു ഭൂരിഭാഗം പേർക്കും ഈ മൈൻഡ് സെറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് എന്നല്ല, അവർ പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് അവർ ആർട്ട് പഠിക്കണം, അതിലൂടെ ജീവിതത്തിൽ ഒരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ആർട്ട് മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവർക്ക് കുറേ കാര്യങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും ടാസ്ക് മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് ആ വെൽനസ് റിലേറ്റഡ് കോഴ്സുകളും നമ്മൾ ആഡ് ചെയ്ത്. കൂടാതെ നമ്മൾ വീക്കിലി മീറ്റിംഗ് നോക്കി അറിയാം, കഴിഞ്ഞ വീക്കിലി മീറ്റിംഗ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അപ്പം ഇതെല്ലാം ഒരു ബാലൻസിലാണ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്, അതെങ്ങനെയാണ്, അത് യൂസ്ഫുൾ ആകുന്നുണ്ടോ, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ വെൽനസ് എന്നുള്ള പാർട്ടും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? വളരെ യൂസ്ഫുൾ ആണ്. അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. സാറിന്റെ ഓരോ സൂം മീറ്റിംഗ് കഴിയും ഇടയ്ക്ക് ഞാൻ മടി ഉണ്ടായില്ല എന്നൊന്നും പറയുന്നില്ല, ഇടയ്ക്ക് മടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ സൂം മീറ്റിംഗിൽ സാറിന്റെ ഓരോ മോട്ടിവേഷൻ ഫസ്റ്റ് തുടക്കം തന്നെയുള്ള എല്ലാം സാർ എപ്പോഴും പറയാറുണ്ട് മടിയുടെ കാര്യം സൂം മീറ്റിംഗിലെല്ലാം. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ തുടങ്ങാറുണ്ട് അത്. ശരിക്കും അത് യൂസ്ഫുൾ ആ. ഞാൻ സാധാരണ വിചാരിക്കാറുണ്ട്, ഈ ഡ്രോയിങ് ക്ലാസ്സിൽ എന്തിനായിരുന്നു ഫസ്റ്റിലൊക്കെ വിചാരിച്ചത് മടി മാറ്റാനും ഇതിനൊക്കെ. പക്ഷെ അതിപ്പം മനസ്സിലാവുന്നത് എന്തിനാന്ന് എനിക്കിപ്പോഴാണ് അതൊക്കെ കൂടുതൽ ക്ലിയർ ആവുന്നത്. ഈ മടി മാറ്റാനും ടൈം ടേബിൾ എന്തിനു വേണം. ടൈം ടേബിൾ കഴിഞ്ഞ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അതിനനുസരിച്ച് ഇപ്പം ചില ദിവസമൊന്നും അധികം ടൈം കിട്ടാറില്ല, ജോലി കഴിഞ്ഞ് കുറെ ലേറ്റ് ആയിട്ടാ എത്താറ്. എന്നാലും സാറ് പറയാറുണ്ടല്ലോ, ഒരു അരമണിക്കൂറെങ്കിലും അതിന് വെച്ചാല് നല്ലതാണ്. ഞാൻ അതിനനുസരിച്ച് ഞാനതാ എന്താ വെച്ചാൽ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങിയാൽ എത്ര സമയം പോണെന്ന് അറിയില്ല. പിന്നെ ക്ലോക്കിൽ നോക്കുമ്പോഴാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ അത്രയും ഇൻട്രസ്റ്റ്, എനിക്ക് ഇഷ്ടമാണ് വരയ്ക്കാൻ, അതുകൊണ്ട് തന്നെ സമയം നോക്കാറില്ലേ. ഇതിപ്പം അതുകൊണ്ട് ഞാൻ അത്രയും സമയം ഉണ്ടെങ്കിലേ വരയ്ക്കാതിരിക്കാറുള്ളൂ. അപ്പൊ സാർ അതിൽ പറഞ്ഞു, ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് അതിനു വേണ്ടി. അതുകൊണ്ട് ഞാൻ ആ അരമണിക്കൂർ അത് കഴിയുന്ന മതി, അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. അപ്പൊ എല്ലാ ദിവസവും അതിനായിട്ട് എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇപ്പൊ. ഗുഡ് ഗുഡ്. നല്ല നമുക്ക് യൂസ്ഫുൾ എന്തായാലും ആർട്ട് വർക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം കേട്ടോ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഓക്കെ. ഓപ്പൺ ചെയ്തിട്ട്. കോഴ്സ് എവിടെ വരെ എത്തി?
കോഴ്സ് 26th ചാപ്റ്റർ. A to Z പെൻസിൽ ഡ്രോയിങ് ആണ് അതില്. 26th ചാപ്റ്റർ ഓപ്പണിംഗ് തേർഡ് ഐ എന്ന് പറഞ്ഞ പെയിന്റിംഗ് അനാലിസിസ് ആ ചാപ്റ്റർ. ഞാൻ ആദ്യം വരച്ച ചിത്രങ്ങളൊന്നും നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അതാ 2020 വരച്ചതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി വരച്ചത്. എത്ര മാസമായി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്? സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 2023 സെപ്റ്റംബറിലാണ് ചേർന്നത്. ഫസ്റ്റ് ഓൺ സൂം മീറ്റിംഗ് ഡ്രോ വിത്ത് സാർ എന്നുള്ളത് ആ വിജയദശമിയുടെ അന്ന് ഉണ്ടായിരുന്ന ക്ലാസ് ആയിരുന്നു. ഇതാണ്. അതിപ്പോ പഴയത് പണ്ട് വരച്ചു. ഫേസ് പോർട്രേറ്റ് ഒക്കെ വരയ്ക്കായിരുന്നു ക്ലാസ്സിൽ വരുന്നേക്കാൾ മുമ്പ്? ഇല്ല പോർട്രേറ്റ് തൊടാറില്ലായിരുന്നു. അതാണ് ഞാൻ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നിയത്. അതാണ് പോർട്രേറ്റ് തൊടാൻ എനിക്ക് പേടിയായിരുന്നു. എന്താ വെച്ചാൽ തീരെ ശരിയാവില്ല. ഒരു കണ്ണ് ഒരുമാതിരി ആണെങ്കിലും മറ്റേ കണ്ണ് എങ്ങനെയായാലും വ്യത്യാസം വരും. സൈഡ് വരയ്ക്കാൻ വലിയ കുഴപ്പമില്ല, പക്ഷെ ഫ്രണ്ട് വ്യൂ. പക്ഷെ സാറത് കണ്ടോന്നറിയില്ല, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എനിക്ക്. ആ ഒരു പോർട്രേറ്റ് ഞാനിപ്പോ ലാസ്റ്റ് വരച്ചിട്ടതാണ്. ഞാൻ എന്റെ കമന്റ് ആണ് നോക്കിയത് കണ്ട സമയത്ത്. ഒരുപാട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമന്റ്സ് അതിൽ വന്നിട്ടുണ്ട്. അതെ, അത് സാറേ ഞാന് നമ്മളെ കമ്മ്യൂണിറ്റീനെ പറ്റി പറയുമ്പോ എനിക്കിതിൽ ഓരോരുത്തര് പലരേലും ഇടുന്ന കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അതേപോലെ. എന്താ വെച്ചാ സെയിം റെഫറൻസ് പിക്ചർ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കമന്റ്. എനിക്ക് എന്തെങ്കിലും അത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ പിക്ചറിനും ഇതിനു മുമ്പ് കുറച്ച് മുന്നേ വരച്ച ഒരു കുട്ടിയുടെയും നായയുടെയും കൂടെ ഉള്ള ചിത്രത്തിന് എനിക്ക് ആ കമന്റ് കിട്ടി. ഈ ചിത്രത്തിന് കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കത് കണ്ടപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റി, അതും ഞാൻ പറയണം വിചാരിച്ച, സാറിന് എങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നു എനിക്കറിയില്ല. നമുക്ക് ആവശ്യമുള്ള സാർ ഒന്നും ഇതിൽ പറയുന്നില്ല ശരിയാണോ തെറ്റാണോ നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ അതിനു വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. ആ കമ്മ്യൂണിറ്റി എനിക്കിപ്പം ഫാമിലി പോലെയാ ശരിക്ക്. അതിലെല്ലാവരും എന്താ പറയാ, നമ്മളെ ആർട്ടിനോട് ഇഷ്ടമുള്ളവരായോണ്ടാണോ എന്നറിയില്ല, എല്ലാവരും എനിക്ക് തോന്നുന്നു ജെന്യൂൻ ആയിട്ടാണ് എല്ലാം പറയുന്നത്, സംസാരിക്കുന്നത്. അത്രയും ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നത്. എല്ലാവരെ പറ്റി എനിക്ക് അങ്ങനെയാ തോന്നാറ്. എല്ലാവരോടും ഭയങ്കര സ്നേഹം തോന്നാറുണ്ട്. അതിലുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അതില്. അത് ഇന്നലെ റിമൂവ് ചെയ്യുമ്പോ ഭയങ്കര വിഷമം. ഞാൻ അതിൽ ആക്റ്റീവേ അല്ലായിരുന്നു. സാറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്റ്റീവേ അല്ല. പക്ഷെ അതിൽ വരുന്നൊക്കെ ഞാൻ വായിക്കാറും ചിത്രങ്ങൾ കാണാറും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര വിഷമം, എല്ലാവർക്കും വിഷമം. ബായ് എന്നൊക്കെ പറഞ്ഞിട്ടാ പോയെ. കമ്മ്യൂണിറ്റി ഭയങ്കരാണ്. സാർ അത് പ്ലാൻ ചെയ്തത് എന്താ പറയേണ്ടത്, ഭയങ്കര അതിന്റെ ബേസിക് സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈല് മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്ത് തിരുത്തി പഠിപ്പിക്കുന്ന മെത്തേഡല്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി വരുമ്പോഴും എൻ്റെ വലിയൊരു ആഗ്രഹം എൻ്റെ അതേ വൈബിലുള്ള കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഇപ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് ഒരു ബിഗിനറൊക്കെ ഒരുപാട് ആശിച്ചിട്ടായിരിക്കും ഒരു പടം വരയ്ക്കുന്നുണ്ടായിരിക്കാം. അത് വരച്ച് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും തിരുത്തലുകൾ പറയുന്നത്. പക്ഷെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഒരു പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യുന്നത്. അതായത് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ലെവലിലോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാം കൃത്യമായിട്ടുള്ള മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ സപ്പോർട്ടും ലൈക്കും കമന്റ്സ് എല്ലാം കൂടി വരും. അപ്പോൾ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം. പിന്നെ നമ്മൾ പുതിയ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എല്ലാ സ്റ്റുഡൻസിനെയും മാറ്റിയിട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം, ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന മെമ്പേഴ്സിന് മാത്രം സ്പെഷ്യലി നമ്മളൊരു ഓപ്പൺ ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് റീസൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു അച്ചീവ്മെന്റ് പോലെയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ആക്ഷൻ എടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരാൻ പറ്റുള്ളൂ. അതും എൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ 1-to-1 വന്നിരിക്കുകയുള്ളൂ. ഈ 1-to-1 കംപ്ലീറ്റ് ആക്കിയവർ മാത്രം
ഒരു കോമൺ വാട്സപ്പ് ഗ്രൂപ്പ്, വാട്സപ്പ് അല്ല, കോമൺ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരുന്ന സമയത്ത് അത് മാത്രമായിരിക്കും നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പായിട്ട് ഉണ്ടായിരിക്കുക. ബാക്കി നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ലോസ് ഗ്രൂപ്പ് ആയിരിക്കും. കൂടാതെ ആ ഗ്രൂപ്പിന്റെ ഒരു വൈബ് ഒന്ന് ആലോചിക്കുക. അച്ചീവേഴ്സ് ആണ്, മനസ്സിലാവുന്നുണ്ടോ? അവര് ആക്ഷൻ എടുത്ത് വരുന്നവരാണ്. അപ്പൊ കുറെ കൂടി നമുക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. നെക്സ്റ്റ് ലെവലിലുള്ള കുറെ ക്ലാസ്സുകളും, കാരണം ബാക്കിയുള്ളവരെ പോലെ ആയിരിക്കും, നിങ്ങൾ അടുത്ത ലെവൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും നമ്മൾ ക്ലോസ് ചെയ്ത് ഒരു 2 ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നമ്മൾ മാറുന്നത്. കൂടാതെ എൻ്റെ ഒരു ഗോൾ ഉണ്ട്, എല്ലാവരെയും ഹോൾ ഓഫ് ഫെയിമിലോട്ട് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. കാരണം എന്തായാലും റിസൾട്ട് കിട്ടുമ്പോഴാണ് ഹോൾ ഓഫ് ഫെയിമിലോട്ട് ഒരാൾ വരുവുള്ളൂ. അപ്പോൾ വരാത്തതിന്റെ മെയിൻ റീസൺ ചിലപ്പോൾ അവർ തിരക്കിലായിരിക്കും, കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ റിസൾട്ടിലോട്ട് എത്താനുള്ള പ്രാക്ടീസ് അവർക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരും. അപ്പൊ ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്തത് എല്ലാവരെയും നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ നിന്നും, മെയിൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ള ഹോൾ ഓഫ് ഫെയിമിന്റെ അച്ചീവേഴ്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് മാറ്റാന്നുള്ളതാക്കി എൻ്റെ ഗോള്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബേസിക് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും. ഓരോ വീക്കിലി മീറ്റിംഗിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇത്രത്തോളം പേരെ ഹോൾ ഓഫ് ഫെയിം ബുക്ക് ചെയ്യിപ്പിക്കാം, ഇത്രത്തോളം പേരെ മറ്റേ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരാം. മറ്റേ ഗ്രൂപ്പിൽ പതിയെ നമ്മൾ കുറച്ചും കൂടി മെമ്പേഴ്സ് ആവുന്ന സമയത്ത് എക്സ്ട്രാ കുറച്ച് പേര് ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് കുട്ടികളെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിലവിൽ നമ്മൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പും നമ്മൾ റിമൂവ് ചെയ്തത്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ചെറിയൊരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ കുറെ ഗ്രൂപ്പിൽ ഞാനില്ല. അപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിലായിരിക്കും. സച്ചിൻ സാറിന്റെ ഗ്രൂപ്പാണ്, പക്ഷെ സച്ചിൻ സാർ അവിടെ ഇല്ലല്ലോ. അപ്പൊ എനിക്കതിൽ കൺട്രോൾ ഇല്ല. അപ്പൊ ശരിക്കും അങ്ങനെ സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റാത്ത ഏരിയാസിലോട്ട് ആ ഗ്രൂപ്പിന്റെ പ്രവർത്തന രീതി മാറും. ഓൾറെഡി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മുൻ കാലഘട്ടത്തിൽ. നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ അതിന്റെ പ്രിക്കോഷൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് മാറ്റിയത്. അപ്പൊ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ സാറേ ഒരു കാര്യം പറയട്ടെ. ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരണമെന്ന് ഞാന് ഈ ക്ലാസ്സിലേക്ക് വരുമ്പം ഒന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. വെറുതെ എനിക്ക് നല്ലോണം വരയ്ക്കാൻ പറ്റണം, എനിക്ക് തന്നെ അത് കണ്ട് ആസ്വദിക്കണം, മറ്റുള്ളവരെ കാണിക്കാനും എനിക്ക് താല്പര്യം ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇതിൽ വന്നതിന്റെ ശേഷം ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലിടാൻ തുടങ്ങിയപ്പോൾ പിന്നെ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കണ്ട് എന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേ എല്ലാവരും അറിയണേ ഈ കഴിവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന അപ്പോഴാണ്. അതുപോലെ ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരണമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എന്താ വെച്ചാൽ സാർ ഈ അവാർഡ്, കോൺഫിഡൻസ് അച്ചീവർ അവാർഡുകളൊക്കെ പറയുമ്പോൾ ഞാൻ ഇതൊന്നും എനിക്ക് ലഭിക്കുന്നതല്ല, അതൊന്നും ഞാൻ സ്വപ്നം കാണുന്നില്ല. പക്ഷെ സാർ ഓരോ സൂം മീറ്റിംഗിലും ഇതിൽ എല്ലാവരെയും ഹോൾ ഓഫ് ഫെയിമിലേക്ക് കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം. ഇങ്ങനെ ഓരോന്ന് പറയുന്നതായിട്ട് ഈ കഴിഞ്ഞല്ല അതിന്റെ മുന്നത്തെ ആ സൂം മീറ്റിംഗിലാണ് എന്നാ ഞാൻ ഒന്ന് വെറുതെ അയച്ചാലോ, അതുവരെ എനിക്കൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. വെറുതെ ഒന്ന് അയച്ചു നോക്കിയതാ സാറിന്, അറിയില്ല ആയോന്നും ഒന്നും അറിയില്ലല്ലോ, വെറുതെ ഒന്ന് അയച്ചതാണ്. അത് സാറ് ആക്സെപ്റ്റ് ചെയ്തപ്പോ ഞാൻ ആകെ അയ്യോ ദൈവമേ ഞാൻ എന്താ നീ ചെയ്യാ, വരണം എന്നുണ്ട്, പക്ഷെ ആകെ ഒരു ടെൻഷനും ഒക്കെ ആയിരുന്നു. സന്തോഷം കൊണ്ടാണോ എന്താ അറിയില്ല, ടെൻഷനും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതിലേക്ക് കോൺഫിഡൻസ് അച്ചീവർ ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് വന്നവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ സൂം മീറ്റിംഗിലാണ് സാറ് പറഞ്ഞത് അവർക്കായിട്ട് വേറെ ഒരു ഗ്രൂപ്പ്, ടെലഗ്രാമിലെ ഒരു ഗ്രൂപ്പ്. അതാ ഞാൻ പറഞ്ഞത്, ഞാനത് ചിന്തിക്കുന്നത് സാർ അപ്പം തന്നെ എനിക്ക് അതിന്റെ ആൻസർ തരുന്നുണ്ട് സാറ്, അറിയാണ്ട് തന്നെ ആ സൂം മീറ്റിംഗിൽ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത്രയും കാലമായിട്ടുള്ള ക്ലാസ്സിൽ എന്താ പറയാ, ഒരു നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ പോർട്രേറ്റ് വരച്ചു, സാറ് കമ്മീഷൻ വർക്കിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഒരിക്കലും ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം സാറ് മോഹങ്ങൾ തരികയാണ് ശരിക്ക്. കമ്മീഷൻ വർക്ക് ചെയ്താൽ എന്താ കുഴപ്പം, ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇങ്ങനെ ചിത്രം വിൽക്കുക അങ്ങനെയൊക്കെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതാ, വെറുതെ വരയ്ക്കുക. പക്ഷെ ഇപ്പൊ ഒരു ആഗ്രഹം, എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന്. സാറ് പറഞ്ഞില്ലേ കമ്മീഷൻ വർക്ക് എടുക്കുന്നത് തെറ്റല്ല, സെയിൽ ചെയ്യുന്നത് തെറ്റല്ല, ഏതിലോ ഒന്ന് പറഞ്ഞിരുന്നു സാറ്. അല്ല അതുകൊണ്ടാണ് പണ്ടത്തെവരൊക്കെ ദരിദ്രന്മാരായി പോയതെന്ന്. ചിത്രകാരൻ ശരിയാണ്. അത് ഞാനും വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ ഈ ചിത്രകാരന്മാര് മാത്രമല്ല, കവികളായാലും ആ അങ്ങനെയുള്ള ആർട്ടിൽ ബന്ധപ്പെട്ട അവരൊക്കെ പണ്ട് കാലത്ത് ദരിദ്രരായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പല ഈ വേണ്ടാത്ത ആദർശങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പണ്ടും ആലോചിക്കാറുണ്ട്. അത് തന്നെ സാറിന്റെ വായെന്നും കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഒരേ
വൈബിലുള്ളവരാണല്ലോ എല്ലാവരും എന്ന്. അപ്പൊ ഭയങ്കര സന്തോഷമാണ്, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. സാർ ഇത് പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞു. ഇതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാവേ. ഇത് ഞാൻ ആക്ച്വലി അറിയാലോ, ഓർഫനേജിൽ ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ ആർട്ട് ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമൊക്കെ അറിയാലോ, ഓർഫനേജിൽ പോകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് കളിക്കണം, പിന്നെ അവർക്ക് മറ്റു കാര്യങ്ങളുണ്ട്. കുറേ പേർക്ക് ഒന്നിനും താല്പര്യമില്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് അവരെ നമ്മൾ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അവരുടെ കളിക്കുന്ന ടൈമിൽ ചെറിയൊരു ടൈം, അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെച്ച് നമ്മൾ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ടല്ല വന്നിരിക്കുന്നത്, അവിടെ നേരെ തിരിച്ചായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. എൻ്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ 2016 ആ ഒരു ടൈമിലൊക്കെ, 15-16 ടൈമിൽ. അപ്പോൾ ഞാൻ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടും എത്ര ശ്രമിച്ചിട്ടും അവിടുത്തെ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുമില്ല. കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നുമില്ല, കുട്ടികൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ ഞാൻ എടുത്തൊരു മെത്തേഡാണ് ഈ പറയുന്ന സ്വപ്നങ്ങൾ കൊടുക്കുക എന്നുള്ളത് അവർക്ക്. പ്രത്യേകിച്ച് മനുഷ്യർക്ക് സ്വപ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പതിയെ അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. അപ്പം ഞാൻ ചെയ്തൊരു മെത്തേഡ്, ആ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ കഥകളിലൂടെയും സംസാരത്തിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ സ്കില്ലുകളൊക്കെ ലോകം കാണുന്ന ഒരു ദിവസം വരും. സോ കുറേ പേര് പടം വരയ്ക്കുന്നുണ്ടെങ്കിലും ആരും കാണാതെ ബുക്കിന്റെ ബാക്കിലൊക്കെ അടച്ചു വെച്ച് അങ്ങനെ കൊണ്ട്, കാരണം അറിയാലോ അവർക്ക് സ്പോൺസർഷിപ്പിലൊക്കെ കിട്ടുന്ന ബുക്കുകളാണ്. അപ്പൊ അതിലൊക്കെ വരച്ച് വൃത്തികേടാക്കി വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് തീർച്ചയായിട്ടും ചീത്ത കേൾക്കും. അവർ ഒളിപ്പിച്ചിട്ടൊക്കെയാണ് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വന്നു കഴിയുമ്പോൾ അവർ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നത് അവർ കാണുന്നുണ്ട്. അപ്പൊ എൻ്റെ ചെറിയൊരു തോൾ സഞ്ചി ഉണ്ടായിരുന്നു, എനിക്ക് തോളിൽ തൂക്കുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ A4 പേപ്പറിലൊക്കെ വരച്ചൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവരുടെ പേര് എഴുതി ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അവരെല്ലാ ക്ലാസ്സിലും വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു ദിവസം കുറച്ചധികം ചിത്രങ്ങളായ സമയത്ത് അവരെ കൊണ്ട് കാണിച്ചു ഞാൻ, നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്, സോ നമുക്കൊരു എക്സിബിഷൻ ചെയ്യാം. അപ്പോൾ എക്സിബിഷൻ മാത്രം ആക്കണ്ട, നമുക്കൊരു സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഡാൻസും പാട്ടും എല്ലാം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഒരു ഒരു ആർട്ട് ഫെസ്റ്റ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആർട്ട് ഫെസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു സ്വപ്നം അവർക്ക് കൊടുത്ത ടൈം മുതൽ അവരുടെ വർക്കിന്റെ രീതി മാറി. അവർ നല്ല രീതിയിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ ദിവസത്തിന് വേണ്ടി വർക്ക് ചെയ്യാനും തീരുമാനിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്തപ്പോഴും. വെറുതെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. കാരണം പഠിക്കുക എന്ന് പറയുന്ന കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ, ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിൻ്റെ ഒപ്പം കുറച്ച് സ്വപ്നങ്ങളും കൂടി ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത്, കുറച്ച് സ്വപ്നങ്ങളും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത്, കൂടാതെ കുറച്ച് എക്സാമ്പിളും കൂടി കിട്ടുന്ന സമയത്ത്, ക്ലാസ്സിൽ കുറച്ച് പേര് കമ്മീഷൻ വർക്ക് ചെയ്യുന്നു, കുറച്ച് പേര് ക്ലാസ് എടുക്കുന്നു, കുറച്ച് പേര് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, കുറച്ച് പേര് ലൈഫ് അതിലൂടെ ചേഞ്ച് ചെയ്യുന്നു, ഇതെല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കും പറ്റും എന്നൊരു തോന്നൽ വരും, അല്ലെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യണം എന്നൊരു തോന്നൽ വരും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ആർട്ടിസ്റ്റുകൾ എന്തുകൊണ്ട് ദരിദ്രരായിട്ട് പോകുന്നു, അതിന്റെ അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അറിയണം. അതായത് നമുക്ക് ചെറിയൊരു എമൗണ്ട്, ഇപ്പൊ കമ്മീഷൻ വർക്കിലൂടെ ആണെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അസറ്റ് എന്ന് പറയും ആർട്ടിൽ, നമുക്ക് ഒരുപാട് അസറ്റുകൾ ക്രിയേറ്റ്, പറയാലോ എൻ്റെ സിസ്റ്റം, എൻ്റെ മൈക്ക്, എൻ്റെ ക്യാമറ, ഇതൊക്കെ നമ്മുടെ അസറ്റാണ്. ശരിയും ഇത് ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതോറും എനിക്ക് കൂടുതൽ സ്റ്റുഡൻസ്, ഇപ്പൊ ഞാൻ ദേ ഇവിടെ കഴിഞ്ഞ് അടുത്ത വീക്കിലി മീറ്റിംഗിന് ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അടുത്ത വീക്കിലി മീറ്റിംഗിന് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സ്വപ്നത്തിന്റെ ഭാഗമല്ല, ആലോചിക്കുക, ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത് എനിക്കും ഒരു സ്വപ്നം ഉള്ളത് കൊണ്ടാണ്. എനിക്കും 1 ലക്ഷത്തോളം ആർട്ടിസ്റ്റുകളെ കൊണ്ട്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് അവരുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും അതോടൊപ്പം അവരുടെ ലൈഫ് പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യാന്നുള്ള സ്വപ്നം എനിക്കുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിലോട്ട് നീങ്ങുന്ന സമയത്ത് നമ്മൾ പേഴ്സണലി ഇമ്പ്രൂവ് ആവും, നമുക്ക് ചുറ്റുമുള്ളവരും പേഴ്സണലി ഇമ്പ്രൂവ് ആവും. അപ്പൊ ഈ സ്വപ്നത്തിന്റെ ലാക്ക്, അപ്പൊ ഈ അറിയാലോ, പലരും ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കുന്ന സമയത്ത് സ്വപ്നങ്ങൾ കെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും പറ്റൂല, പിന്നെ മറ്റുള്ളവർ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കും, അതായത് കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന പറയും മലയാളത്തിൽ, അതെ. ഇതൊന്നും ആവാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം സമൂഹം ഇപ്പോഴില്ല, കുറച്ച് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ട്. പല ആർട്ടിസ്റ്റുകളും എന്നെ എൻ്റെ അടുത്ത് നേരിട്ട് പറയണ്ട, ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല, എന്തിനാ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ആർട്ട് ടീച്ചിങ് ഫീൽഡിലൂടെ ഒന്നും സമ്പാദിക്കാൻ ആർക്കും പറ്റൂല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇതെല്ലാം സ്വപ്നത്തിന്റെ ബേസ്ഡാണ്. നമ്മൾ നല്ല രീതിയിൽ സ്വപ്നം കാണുന്നുള്ളത്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കാണുന്നുള്ളത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യും, തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പൊ ഇത് കണക്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഞാൻ ആർട്ട് വർക്ക് ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ, ഞാനത് കംപ്ലീറ്റ് ആക്കിയില്ല, ഒരു മിനിറ്റ്. ഓക്കെ. യെസ്, അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു, എസ്പെഷ്യലി ആ ഇത് ഇതെന്റെ എസ്പെഷ്യലി ബ്രദറിന്റെ ഫോട്ടോ ആണ് ഇത്.
ഓക്കെ ഇത് ഓക്കെ ഓക്കെ. ബ്രദർ വെച്ചാ എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ അവന്റെ ബർത്ത്ഡേ 7-ാം തീയതി, വരുന്ന 7-ാം തീയതി. ഞാൻ അതിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത് 7/4 അന്ന് കൊടുക്കണം. ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. അവരൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത്. അപ്പൊ അത് പക്ഷെ ഫ്രെയിം ചെയ്യാൻ പോയപ്പം ഞാനത് ഫസ്റ്റത്തെ ആയോണ്ടാണ് അറിയില്ല, ഫ്രെയിം അതിനനുസരിച്ച് കിട്ടിയില്ല. ഒന്നുകിൽ ആ സൈന് പോവും. അപ്പൊ അവര് പറഞ്ഞു ആ പിക്ചറിന്റെ മുകളിൽ തന്നെയാണ് സൈൻ ചെയ്യേണ്ടത്. അതൊക്കെ കുറെ ഡൗട്ട് ഉള്ളതാണ് എനിക്ക്. കുറെ ഡൗട്ട് ചോദിക്കാനുണ്ട് സാറിന്. ഒരു മിനിറ്റ്, ഞാൻ ക്ലിയർ ചെയ്ത് തരാവേ. ഇതിനൊക്കെ മുമ്പായിട്ട് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ഫേസ് കട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും, കണ്ണ്, മൂക്ക്, ലിപ്പ്, ഇതിന്റെ എല്ലാത്തിന്റെയും ആ ഒരു ഷേപ്പ്, പൊസിഷൻ, ഡയറക്ഷൻ എല്ലാം കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അറിയാലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അപ്രീഷിയേഷൻ കിട്ടുന്നുണ്ടായിരിക്കുക. ബാക്കി ഡ്രോയിങ്ങും ഈ ഇത് എന്റെ ഓഫീസിലുള്ളവര് വന്ന്, എന്റെ ചേച്ചി ഹോസ്പിറ്റലിലാവുമ്പം എനിക്ക് വേറെ ഒരു വർക്കും ഇല്ലായിരുന്നു. അവരൊന്ന് അയച്ചു തന്ന ഫോട്ടോ, ഇത് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് വരച്ചതാണ് അത്. വെറുതെ. ഇപ്പൊ അതുകൊണ്ട് ബോറടിക്കില്ല. എവിടെയാണെങ്കിലും ടൈം ഉണ്ടെങ്കിൽ വരയ്ക്കാലോ. ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? ടൂൾസ് HB, പിന്നെ ഇപ്പം ഈ ലാസ്റ്റ് ഉള്ളതിന് 10B 12B ഉപയോഗിച്ചു. ചാർക്കോള് എങ്ങനെയാ ഉപയോഗിക്കുക അതൊന്നും അറിയില്ല. ഞാൻ അടുത്ത ടൂൾസ് അപ്ഗ്രേഡ് പറഞ്ഞുതരാം കേട്ടോ. പേപ്പർ ഏതൊക്കെ യൂസ് ചെയ്യുന്നത്? പേപ്പർ ആ ലാസ്റ്റ് പിക്ചർ, ആ പോർട്രേറ്റ് വരച്ചത് A4 ആണ്. സാധാ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ ഇല്ലേ, അത് ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പർ, കുറച്ച് പേപ്പർ അത് എടുത്തുകൊണ്ടാണ് അതിൽ വരച്ചത്. അത് എന്തൊക്കെ യൂസ് ചെയ്യണം അതൊന്നും അറിയില്ല. സാധാ ഒരു പേപ്പർ, A4 പേപ്പറിൽ വരച്ചതാണ്. നമ്മൾ ആദ്യം പേപ്പർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഐവറി ഷീറ്റ് പർച്ചേസ് ചെയ്യാം. ഐവറി ഷീറ്റ് അത് ഒരു നല്ലൊരു മിനിസ്, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇത്തിരി കട്ടിയുള്ള പേപ്പർ ആയിരിക്കും. ഓക്കെ. അത് പക്ഷെ അതിൽ വരയ്ക്കുമ്പം പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോ ഒക്കെ കുഴപ്പമില്ലല്ലോ അല്ലെ? പിടിക്കില്ലേ അതില്? പിടിക്കും, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. പെൻസിൽസ് പിന്നെ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? പെൻസില് സാറ് പറഞ്ഞ ആർട്ട് ലൈൻ. സാർ അന്ന് പറഞ്ഞ് അതിന്റെ അവിടെ ഒരു കോഴിക്കോട്, ഞാൻ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളോട് തന്നെയാ വിളിച്ചു ചോദിച്ചാൽ എവിടെയാ കിട്ടാന്ന്. കോഴിക്കോട് ഷോപ്പ് പറഞ്ഞു, അവിടെ പോയി വാങ്ങി. ചാർക്കോൾ പെൻസിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പക്ഷെ അധികം യൂസ് ചെയ്യേണ്ടി വന്നില്ല. അത് കൂടുതൽ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്കൊരു പേടി, അത് എങ്ങനെ യൂസ് ചെയ്യണം. ചാർക്കോൾ പെൻസിൽ ഉണ്ടല്ലോ ഓൾറെഡി. ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഐവറി ഷീറ്റ് വാങ്ങാം, ബ്ലെൻഡിങ് സ്റ്റംപ് വാങ്ങാം, ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ബ്ലെൻഡിങ് സ്റ്റംപ് അല്ലേ? അപ്പൊ ഷെയ്ഡൊക്കെ ചില ഭാഗങ്ങളിൽ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ സെയിം പോർട്രേറ്റിൽ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്താൽ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഷെയ്ഡൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ. പക്ഷേ നമ്മുടെ പോർട്രേറ്റ് നോക്കുമ്പോൾ കണ്ടോ ഒരു ചെറിയ ടോൺ ഡിഫറൻസ് ഉണ്ടോ? ഇത് പ്യുർ വൈറ്റ് ആണ്, ഇവിടെ ചെറിയൊരു ഗ്രേ ടോൺ ആണ്. അത് ചെയ്തതിൽ മിസ്റ്റേക്ക് അല്ല, ഒരു ലെയറും കൂടി ഷെയ്ഡ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ റിസൾട്ട് കിട്ടും. അപ്പൊ നെക്സ്റ്റ് ടൈം ബ്ലെൻഡിങ് സ്റ്റംപ് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയാൽ മതി സ്റ്റംപ് ഉപയോഗിച്ച്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് ഡോട്ടുകൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. ഇവിടെ കണ്ടോ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഒഴിച്ചിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല 3D ഫീൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐവറി ഷീറ്റും ബ്ലെൻഡിങ് സ്റ്റംപും മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഇനി ഡൗട്ടുകൾ ചോദിക്കാം. ഡൗട്ടുകള് ഈ പെൻസില് ഞാനിപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് പണ്ട് പോലത്തെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ സാധാ ഈ നമ്മളെ ചാർക്കോൾ പെൻസിലാണ്, മറ്റേ 10B 8B അതൊന്നും ഈ പെൻസിലിൽ ഇല്ലല്ലോ. അപ്പൊ ഞാനത് കൂർപ്പിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു അത്രയായിട്ടും. അതെ, എങ്ങനെ യൂസ് ചെയ്യണം? കട്ടർ ഉപയോഗിക്കാനേ വയ്യ, അത് പെട്ടെന്ന് പോകും. ചിലരൊക്കെ നല്ല ഇത്ര നീളത്തിലൊക്കെ കൂർപ്പിച്ച് വെച്ച് കാണാം, പക്ഷെ അതെങ്ങനെ കിട്ടുന്നു എന്നാണ് അറിയില്ല. അതൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും റേഷ്യോ ഉണ്ടോ? നമ്മൾ ഏതിൽ വരയ്ക്കണം എന്ന്? ഞാനിപ്പോ ആദ്യമായിട്ട് വരച്ചോണ്ടാവും ഫ്രെയിം ചെയ്യാൻ. ഞാനത് നമ്മളെ അബ്ബാസിനെ വിളിച്ചിട്ടാ ചോദിച്ചിരുന്നത്, ഫ്രെയിം എവിടെ കിട്ടും
എന്നൊക്കെ ചോദിച്ചു. അപ്പം A4 ആണെങ്കിലൊക്കെ സാധാരണ കടയിൽ കിട്ടും. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ A4 A5 ആ ഉള്ളത്. ഇത് കുറച്ചുകൂടെ വലുതായി പോയി. ആ സൈൻ അടിയിൽ വന്നുകൊണ്ട് അവരത് വേറെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതെങ്ങനെ ഫ്രെയിമും അതും എങ്ങനെ വേണമെന്ന് അറിയണം. വൺ ബൈ വൺ ആയിട്ട് ആൻസർ തരാം, അല്ലെ ഞാൻ മറന്നു. ആദ്യം ചാർക്കോൾ ഓക്കെ. പെൻസിലിന്റെ കാര്യം. ചാർക്കോൾ പെൻസിൽ ഉണ്ടല്ലോ, അത് ബ്രാൻഡുകൾ അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി മാറും. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരുപാട് കാലം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ചാർക്കോൾ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫ്രഷ് ഓ ആയിട്ട് വാങ്ങി ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. നല്ല ബ്രാൻഡുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് വുഡ്ലെസ് ചാർക്കോൾ പെൻസിലാണ്. വുഡ് ഉണ്ടാവില്ല, ബ്രിസ്ട്രോ ബ്രാൻഡിൻ്റെ. ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചുതരാം. ആ ബ്രിസ്ട്രോ ബ്രാൻഡ് വുഡ്ലെസ് ചാർക്കോൾ പെൻസിൽ. യൂട്യൂബിൽ ഇതിന്റെ ട്യൂട്ടോറിയൽ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചാർക്കോൾ പെൻസിൽ ആ ആർട്ടിസ്റ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ അപ്പൊ ഓക്കെ. ആ അതിന്റെ വുഡ്ലെസ് ആവുമ്പോൾ കുഴപ്പമില്ല. വുഡ് ഈ ഉണ്ടാവില്ല. പൊട്ടിക്കാനൊന്നും വേണ്ടല്ലോ. അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ സാമ്പിളാണ്. ഉണ്ടോ, ഇതുപോലെ ഇരിക്കും. ചെറിയൊരു പ്ലാസ്റ്റിക് കവറിങ് ആയിരിക്കും. പക്ഷേ ഓ നോർമൽ ചാർക്കോൾ പെൻസിലിനേക്കാളും കുറച്ചും കൂടി കട്ടി ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഓ ഒരു പ്രശ്നം, ഇത് ഷാർപ്പൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ഷാർപ്പനറിൽ പറ്റില്ല. മെക്കാനിക്കൽ ഷാർപ്പനർ എടുക്കേണ്ടി വരും. അപ്പൊ ഇത് മെക്കാനിക്കൽ ഷാർപ്പനർ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. കണ്ടോ, ഇതാണ് മെക്കാനിക്കൽ ഷാർപ്പനർ. ഇതിൻ്റെ അകത്ത് പെൻസിൽ ഇടുക, ആ ബാക്കിൽ സാധനം തിരിക്കുക, ഷാർപ്പനായി പൊട്ടാതെ ഷാർപ്പനായിട്ട് കിട്ടും. പക്ഷേ സ്റ്റിൽ ഓ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ മോശം ബ്രാൻഡും ഈ പറയുന്ന പോലെ കുറച്ച് പഴകിയതുമാണെങ്കിൽ തീർച്ചയായിട്ടും ചാർക്കോൾ പെൻസിൽ പൊട്ടിപ്പോവും. ഓക്കെ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്രെയിം ഇടുന്നതിനെ കുറിച്ചിട്ടല്ലേ? ആ ഫ്രെയിം. ഫ്രെയിം ശരിക്കും ഫ്രെയിം ഇടുന്ന ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് സൈസിലും ഫ്രെയിം ഇടും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന പോലെ അവർ ചിലപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ സൈസിൽ. അതെ. അവർ പറയും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ഉം. അപ്പോൾ നല്ല അതെ. ഷോപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരു ആ സേഫ് സോണിൽ ചെയ്യുകയാണെങ്കിൽ A4 സൈസ്, A3 സൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് A4 സൈസ് അല്ലേ ചെയ്തേ? A4 ആണ്. പക്ഷെ A4 അങ്ങ് ഫുൾ ആയിട്ടുമില്ല. A3 അല്ല, A5 അല്ല, A4 അല്ല, അങ്ങനത്തെ ഒരു. കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നോ? ആ കുറെ കട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. A4 സൈസ് ആണെങ്കിൽ കുഴപ്പം ഫ്രെയിം ചെയ്തു. വരില്ലായിരുന്നു. കാരണം A4 സൈസ് ആ ഫ്രെയിം ഇല്ല. എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും. അതിന്റെ A4 ഉണ്ട്, A5 ഉണ്ട്. പക്ഷെ ഇത് A4-ലാവുമ്പോൾ കുറെ ബാക്കി വരുന്നുണ്ട്. സ്പേസ് ബ്ലാങ്ക് ആയി നിൽക്കുന്നുണ്ട്. ഉം. അപ്പൊ കുറെ കട്ട് ചെയ്തു കളഞ്ഞു. എന്ത് ഷോപ്പാ? സ്റ്റുഡിയോ ആണോ? സ്റ്റുഡിയോയിലാണോ പോയത് ഫ്രെയിം അല്ല, ഇടാൻ? സ്റ്റുഡിയോ അല്ല. ഫ്രെയിമുകൾ വെക്കുന്ന ഗിഫ്റ്റ് ഷോപ്പില്. ഓക്കെ, ഗിഫ്റ്റ് ഗിഫ്റ്റ്. ഷോപ്പ് അല്ലേ? ആ ഓക്കെ. അതെ. അവര് പ്രിന്റ് എടുത്ത് ഓരോരുത്തർ ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്തിട്ട് ഫ്രെയിം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷോപ്പ്. അവിടെ ഫ്രെയിം ഒക്കെ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. ലെങ്ത്തിൽ ആ ഉണ്ട് ഉണ്ട്. പല ഉണ്ടല്ലേ? ലെങ്തിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ആ സൈസിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു? അത് ഒരു ദിവസം അവിടെ കൊടുത്താല് ചെയ്തു തരാന്ന് പറഞ്ഞു. ഓക്കെ. അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഇട്ട് തരാനാണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഈ സൈസേ ആ, ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ. പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്തായാലും അവർ പറയുന്ന സൈസിൽ കൊടുക്കണം. ആ സൈസ്. പിന്നെ സൈൻ ഇടുന്ന കേസിൽ ആ നോർമലി ഞാനൊക്കെ പിക്ചറിന്റെ അടുത്ത് തന്നെയാണ് സൈൻ ഇടാറുള്ളത്. ഒരുപാട് ദൂരേക്ക് മാറി ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല ആൾക്കാർ. പിന്നെ ഈ പറയുന്ന പോലെ ആ ഫ്രെയിമിന്റെ പുറത്തേക്ക് ഇടാതിരിക്കുക. കാരണം ഫ്രെയിം ഇടുമ്പോൾ അകത്ത് വരണ്ടല്ലോ. അപ്പോൾ ഒരാളുടെ പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഞാനൊക്കെ ഷോൾഡറിന്റെ സൈഡിലൊക്കെ ആയിരിക്കും ഞാൻ മിക്കവാറും പൊസിഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അധികം മെയിൻ സ്ഥലത്ത് വരരുത്. താഴെ ടോപ്പ് ലെഫ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് റൈറ്റ് ആണെന്ന് തോന്നുന്നു കോമൺ. ടോപ്പ് റൈറ്റിലാണ് കോമൺ എല്ലാവരും ഇടാറുള്ളത്. അല്ല, ടോപ്പ് അല്ല, ബോട്ടം റൈറ്റിലാണ് ഇടാറുള്ളത്, സൈൻ ഇടാറുള്ളത്. പോർട്രേറ്റിന്റെ ബോട്ടം റൈറ്റില് അല്ലേ? പോർട്രേറ്റിന്റെ ബോട്ടം റൈറ്റിൽ. ഉം. പിന്നെ ആ, പിന്നെ ഈ ക്യാൻവാസ് ഡ്രോയിങ് ഒക്കെ ഇല്ലേ, അവിടേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമായിരിക്കില്ലേ? എനിക്ക് ഇത് പിടിച്ച് ഈ സാറൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയാ, ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ലാസ്റ്റ് ആവുമ്പത്തേ പഠിച്ചു വരുമ്പത്തേ ആവുമെന്ന് വിചാരിക്കാല്ലേ. അത് ഈ പറയുന്ന പോലെ അത് ലേണിങ്ങിന്റെ ഓരോ സ്റ്റേജസ് ആണ്. ആദ്യം നമ്മൾ ഓ കോൺഷ്യസ്ലി തന്നെയാണ് വരയ്ക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ഫസ്റ്റ് ഓ സ്റ്റേജിൽ പെൻസിൽ പിടിക്കുന്നതിന്റെ വേദന നമ്മൾ അറിയും, കൈ മൂവ്മെന്റ് നമ്മൾ അറിയും, ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഓരോ ലെവൽ ഉണ്ട് ശരിക്കും. 4 സ്റ്റേജസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏത് കോഴ്സിലാണെന്ന് ഞാൻ ഓക്കെ. മറന്നുപോയി.
അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ അൺകോൺഷ്യസ്ലി എഫേർട്ട്ലെസ്ലി നമുക്ക് വരയ്ക്കാൻ പറ്റുക. ശരിക്കും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ബോഡി അതിനോട് മൂവ്മെന്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കാണുന്ന പിക്കാസോ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ കരിയറിന്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ അങ്ങനെയാണ് വരച്ചിരുന്നതെന്ന് പറയുന്നത്. അതായത് ബ്ലാങ്കിൽ ഓക്കെ. നിർത്തി പെട്ടെന്ന് ഒരു ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റും. പക്ഷെ അത് അവരുടെ ജീവിതം കുറേ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് പറ്റുന്നത്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതില്ലാതെ അങ്ങോട്ടേക്ക് ഓക്കെ. നമുക്ക് എത്താൻ പറ്റൂല. ഓക്കെ. പിന്നെ ഈ കളർ പെൻസിലും പിന്നെ പെയിന്റിങ്ങും ഒക്കെ ഈ ഓർഡറിൽ തന്നെ പോയിട്ട് തുടങ്ങിയാൽ പോരെ? എല്ലാം ഉണ്ട് അതില്. A to Z പെൻസിൽ ഡ്രോയിങ് കഴിഞ്ഞിട്ട് തന്നെ തുടങ്ങിയാൽ പോരെ? ഇതിന്റെ കൂടെ മറ്റതും പെയിന്റിങ്ങും തുടങ്ങണ്ടല്ലോ. പെയിന്റിംഗ് ഇപ്പം കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അത് അന്ന് ഓക്കെ. സാറ് പറഞ്ഞപ്പോ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ആദ്യം A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കളർ പെൻസിൽ കോഴ്സും ഉണ്ട്, അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സും ഉണ്ട്. ആ പോർട്രേറ്റ് വരയ്ക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പോർട്രേറ്റിൽ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യണം. പോർട്രേറ്റിന്റെ ഔട്ട്ലൈൻ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കളർ പെൻസിൽ സ്കിപ്പ് ചെയ്ത് നേരെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിലോട്ട് കയറുക. അപ്പോൾ നമുക്ക് പോർട്രേറ്റ് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് കളർ പെൻസിൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കുക. ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഗ്രാഫൈറ്റ് പെൻസിലിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് കളർ പെൻസിൽ യൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ. പക്ഷേ കളർ ആയതുകൊണ്ട് തന്നെ കളർ മിക്സ് ചെയ്യാനും കളർ ബ്ലെൻഡ് ചെയ്യാനും കുറച്ച് അഡീഷണൽ ടെക്നിക്സും കൂടി ഉണ്ടെന്നുള്ളൂ. വളരെ ചെറിയൊരു കോഴ്സാണ്. അപ്പം അത് കഴിയുമ്പോൾ ഇത്രയും ഈ ഒരു 3 കോഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറെ കൂടി കളറിനെ കുറിച്ചും ലൈറ്റ് ആൻഡ് ഷേഡിനെ കുറിച്ചും ഔട്ട്ലൈൻ ഇടുന്നതിനെ കുറിച്ചും അത് പെർഫെക്റ്റ് ആക്കാനും നമുക്ക് പറ്റും. അതിനുശേഷം പെയിന്റിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വാട്ടർ കളർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രാഫൈറ്റ് പെൻസിലും കളർ പെൻസിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ആദ്യം ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുക, പിന്നെ മിഡിൽ ടോൺ ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് ഡാർക്ക് ടോൺ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സെയിം പരിപാടി തന്നെയാണ് വാട്ടർ കളർ നമ്മൾ ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് വാഷ് ചെയ്യും, സെക്കൻഡ് വാഷ് മിഡിൽ ടോൺ ചെയ്യും, തേർഡ് വാഷ് ഡാർക്ക് ആയിട്ട് ചെയ്യും, ഡാർക്ക് ടോൺസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നേരെ തിരിച്ച് അക്രിലിക്കിലോ ഓയിൽ പെയിന്റിലോ പോയി കഴിഞ്ഞാൽ അവിടെ തിയറി മാറും. അതിലൊക്കെ ഡാർക്ക് ടോൺ ആയിരിക്കും ആദ്യം ചെയ്യുക. ഒരാളുടെ ഫേസ് വരയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അക്രിലിക് പെയിന്റിൽ ചെയ്യുന്നുണ്ടായിരിക്കുക ആ ഫേസിന്റെ റിഫ്ലക്ഷനുള്ള ഡോട്ട് ഇടുന്നതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? വാട്ടർ കളറിലാണെങ്കിൽ അത് ഒഴിച്ചിട്ട് ബാക്കി ലൈറ്റ് ടോൺ ആദ്യം അപ്ലൈ ചെയ്യും. ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടോണാണ്. അപ്പോൾ ഇതാണ് ഓർഡർ. ശരിക്കും പ്രോപ്പർലി സ്ട്രക്ചർഡ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ വാട്ടർ കളർ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വാട്ടർ കളർ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഫാബ്രിക് പെയിന്റിംഗ് കോഴ്സ് ഉണ്ട്, ഓപ്ഷനിലാണ്. അതിന് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ അക്രിലിക് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ബ്രേക്ക് എടുത്തിട്ട് ചെയ്യണം, ഒരുമിച്ചെല്ലാം കൂടി ചെയ്യരുത്. വാട്ടർ കളറിൽ നിന്ന് നേരെ അക്രിലിക്കിലോ സ്വിച്ച് ചെയ്താലും നമുക്ക് ചിലപ്പോൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. വാട്ടർ കളർ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്ത് കുറച്ച് നല്ല ചിത്രങ്ങൾ വരച്ച് കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ അക്രിലിക്കിലോട്ട് സ്വിച്ച്. പിന്നെ ഇതെല്ലാം ലൈഫ് ടൈം ആണ്, ധൃതി പിടിച്ച് കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ എൻജോയ് ചെയ്ത് അത് കാരണം ഇത് ഈ പറയുന്ന പോലെ ഒരു യാത്രയാണ്. യാത്ര പെട്ടെന്ന് അങ്ങ് കംപ്ലീറ്റ് ആക്കി നമ്മൾ അവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂല, അറിയാലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ സ്റ്റെപ്പിലും ആദ്യം വരയ്ക്കാൻ മൂക്ക് തെറ്റിപ്പോയായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്ക് ശരിയായി, അപ്പൊ കണ്ണ് തെറ്റും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫേസ് മൊത്തം ശരിയാവും, അപ്പോൾ മുടി തെറ്റിപ്പോവും, പിന്നെ എല്ലാം ശരിയാകുമ്പോൾ ഷെയ്ഡിങ് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും ആദ്യം ചിലപ്പോൾ ഒരു ലൈക്ക് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തർ നമ്മൾ ശ്രദ്ധിക്കാനും ഓരോ ലൈക്ക് കിട്ടാനും ഇതൊക്കെ ഒറ്റ സെക്കൻഡിൽ നമുക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ലൈഫ് ടൈം കൊടുക്കുന്നത്. ആ ഒരു ജേണി പതിയെ ഇമ്പ്രൂവ് ആകുന്നതും പതിയെ ഫാമിലി നമ്മൾ വരയ്ക്കുന്നിടന്ന് അറിയുന്നതും പതിയെ കമ്മീഷൻ വർക്ക് കിട്ടുന്നതും പിന്നെ കുറച്ച് എമൗണ്ട് കൂടുതൽ സമ്പാദിക്കുന്നതും അത് റീഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതൊരു യാത്രയാണ്. അപ്പം അങ്ങനെ തന്നെ സ്ലോവിൽ ഇതെല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് ഒരുപാട് സ്പീഡിൽ പോയി നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. കാർ ഓടിക്കുന്ന പോലെ തന്നെ കാർ ഒരുപാട് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല, ആക്സിഡന്റ് ആവുകയും ചെയ്യും. അപ്പോൾ പതിയെ എൻജോയ് ചെയ്ത് അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്, അവിടെ എന്താ പഠിപ്പിക്കുന്നത്, ഞാൻ അത് വരച്ചു, ഞാൻ അടുത്ത് വരച്ചു, അങ്ങനെ പോവാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. വേറെ അടുത്ത ക്വസ്റ്റ്യൻ വേറെ എന്താ ഡൗട്ട് ഉള്ളത്? ഞാന് സ്ലോ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ആൻസർ സാറ് പറഞ്ഞു. എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ സാറ് തരുന്ന അസൈൻമെന്റ് വീക്ക്ലി മീറ്റിംഗിൽ അത് വരയ്ക്കണം, പിന്നെ ഇടയ്ക്ക് പോർട്രേറ്റ് വരയ്ക്കണം. അപ്പൊ ഞാൻ A to Z പെൻസിൽ ആ ക്ലാസ്, നമ്മുടെ ക്ലാസ് റെക്കോർഡിംഗ് ക്ലാസ്
സ്ലോ ആവുണ്ടോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞപ്പം ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ആ സംശയം മാറി. എൻജോയ് ചെയ്ത് വരയ്ക്കാൻ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഇടയ്ക്ക് മാറി വരച്ചിട്ട് പിന്നെ കിട്ടുമ്പോ മതിയല്ലോ. അതെ. ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പൊ പറഞ്ഞു കേട്ടപ്പം തീർക്കാനുള്ള ധൃതി പിടിച്ച് തീർക്കണ്ടെന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല. ക്ലാസ് പിന്നെ തീർന്നത് കൊണ്ട് നമുക്ക് ആലോചിച്ച് നോക്ക്, ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്കി. അല്ല, ഈ ക്ലാസ് പെൻസിൽ ഡ്രോയിങ്ങിന്റെ ക്ലാസ് എനിക്ക് ആദ്യം തൊട്ടിട്ട് ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉം. ക്ലാസ് അതെ ധൃതി അതെ. പിടിച്ചിട്ടല്ല, എന്നാലും ആദ്യം പഠിച്ചതൊക്കെ ചിലതൊക്കെ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് ഈ നോസ്, ഈ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ ലാസ്റ്റത്തെ നോസ് വരയ്ക്കുന്നതും ഹെയർ വരയ്ക്കുന്ന ഞാൻ ഒന്നുകൂടെ പോയി കണ്ടു. എന്നിട്ട് ഓരോന്ന് ഓരോന്ന് വരയ്ക്കുമ്പോഴാണ് നമുക്ക് അത് ഒന്നുകൂടെ കാണാൻ തോന്നുന്നത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ ലേൺ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നായിപ്പോ Yes, എനിക്കിഷ്ടമാണ് yes. അത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ. പെൻസിൽ ഡ്രോയിങ് വലിയ ഇഷ്ടമാണ്, പണ്ടും അതാ. ഈ കളറിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ട്രൈ ചെയ്തിട്ടുമില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് ആ കളർ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് ചിത്രം നോക്കി എന്നല്ലാണ്ട് അതുവരെ ചെറുതാവുമ്പോഴും ഒക്കെ പെൻസിൽ ഡ്രോയിങ് മാത്രമാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇതില് പിന്നെ ഉം, നമുക്ക് വർക്ക്ഷോപ്പ് എന്തെങ്കിലും ഉണ്ടാവോ? ഓഫ്ലൈൻ എല്ലാരും ആണോ? കൂടെ അല്ല, ഓഫ്ലൈൻ. ഓഫ്ലൈൻ നമ്മൾ ആക്ച്വലി ഞാനുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം സ്ട്രക്ചേർഡ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ, അങ്ങനെയല്ല ഞാൻ എൻ്റെ പാറ്റേൺ വരുന്നത്. ആക്ച്വലി ഇത് ലൈഫ് ടൈം ആയതുകൊണ്ട് തന്നെ സൈക്കിൾ ആക്കാൻ ഞാൻ നോക്കും. ഇപ്പോൾ വീക്കിലി മീറ്റിംഗ് അറിയാമല്ലോ, ഒരു വീക്കിൽ ഒരു ദിവസമാണ് മീറ്റിംഗ് വരുന്നത്. ഇപ്പം നമുക്ക് മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ച് ബാച്ച് ആണെങ്കിലും ഇയർലി 2 ടൈംസ് വരുന്നുണ്ട്, ഹോൾ ഓഫ് ഫെയിംസ് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ലൈഫ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം റിപ്പീറ്റഡ്ലി നമുക്ക് ചെയ്യാൻ പറ്റണം. ഒറ്റ ദിവസം ഒരു വർക്ക്ഷോപ്പ് വെച്ച് അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എപ്പോഴാണ് വർക്ക്ഷോപ്പ് ചെയ്യേണ്ടത്, അതിന് മുൻപായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് എന്നല്ല, ഓഫ്ലൈൻ ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്യൂർലി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മാത്രമായിരിക്കും ഇവന്റിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ അതെപ്പോൾ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ വർഷം ഒരു പെർട്ടിക്കുലർ മന്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും ആ പെർട്ടിക്കുലർ മന്തിൽ നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യാൻ പറ്റണം. അത് അല്ലെങ്കിൽ ആലോചിച്ചോക്കെ, അല്ലെങ്കിൽ നമുക്കത് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി ചോദിച്ചത് എനിക്ക് അത്ഭുതമായി പെട്ടെന്ന്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ. എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഓഫ്ലൈനിൽ ഒരുപാട് പേർക്ക് നേരിട്ട് കാണാനും മീറ്റ് ചെയ്യാനും ഒപ്പം ആർട്ട് പഠിക്കാനും വരയ്ക്കാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഈ ഷെയ്ഡ് ചെയ്യണ പലരും ഷെയ്ഡ് ചെയ്യണ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെയാ വരുന്നത്. അപ്പൊ സാർ അത് പറഞ്ഞല്ലോ, അന്ന് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറേശ്ശെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി എന്ന്. അതെനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു, അങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ പലരും അതിൽ ചെയ്യുന്ന എത്ര നീറ്റായിട്ടാ, അതെ എങ്ങനെ അങ്ങനെ. അതാണ് ഞാൻ വർക്ക്ഷോപ്പ് ഉണ്ടോന്ന് ചോദിച്ചത്. നമുക്ക് അതിൽ അതൊക്കെ കാണാൻ പറ്റില്ല അവര് ചെയ്യുന്നതും എങ്ങനെയാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം, എങ്ങനെ അവരത് ചെയ്യുന്നു എന്നുള്ള അറിയാൻ വേണ്ടി. എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായാലും. പിന്നെ ഞാൻ ഈ ഡ്രോയിങ് ക്ലാസ് കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ഉപകാരം ഉണ്ടായത് എനിക്കിപ്പോഴാണ് സ്ട്രെസ് ആയിട്ടുള്ള ജീവിതം തുടങ്ങിയത് തന്നെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ നേരെ രാത്രിയാണെങ്കിലും 12 മണിയാണെങ്കിലും ഞാൻ ഇരുന്ന് വരയ്ക്കും. ആ വരച്ചു കഴിയുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നും കിട്ടില്ല. ശരിക്കും അത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം, ഓടിപ്പോവാനല്ല ശരിക്കും വരയ്ക്കുന്നത്, നേരിടാനുള്ള ധൈര്യം കൂടിയാണ് കിട്ടുന്നത്. അത് ഒന്ന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് അത് എനിക്ക് കിട്ടിയത്. അത് തുടർന്ന് പോകാനുള്ള മോട്ടിവേഷനും അതിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുകയായിരുന്നു. അതെങ്ങനെ എങ്ങനെ സാറിനോട് നന്ദി പറയണം എന്നറിയില്ല. അത്രയും താങ്ക്സ് ഉണ്ട് എന്തായാലും സാറിന്. നമ്മളെപ്പോലെ ഒരുപാട് പേര് ഇതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ചിത്രകല പഠിക്കണം. പക്ഷേ ഈ ജീവിതസായി ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഇടയ്ക്ക് ചില ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മളെന്തിനും ഇതിലൂടെ കടന്നു പോകുന്നത്, നമുക്കിതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര അതെ. ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും നിർത്തി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ എക്സ്പീരിയൻസിലൂടെ ആർട്ട് പഠിക്കുന്നതിലൂടെ അവർക്ക് എന്താ ഒരു ഒരു വാല്യൂ ആഡഡ് കൊടുക്കാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഈ ആർട്ട് പഠിക്കാൻ, ഡ്രോയിങ് പഠിക്കാൻ എനിക്ക് പറ്റും തന്നെ വിചാരിച്ചിട്ടില്ല. എന്റെ ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഈ കറക്റ്റ് ആ ടൈമിന് പോകണം, അതൊന്നും നടക്കില്ല എന്നറിയാം. ഈ ഓൺലൈൻ ക്ലാസ് വന്നുകൊണ്ട് നമുക്ക്
എന്താ പറയാ, ചിന്തിക്കാത്തതാണ് എനിക്ക് നടന്നത്. എന്തായാലും സ്വപ്നം പോലും കാണാത്തതാണ്. ക്ലാസ്സിൽ ഒരു ഓൺലൈൻ ക്ലാസ് ചേർന്ന് പ- ഈ ഡ്രോയിങ് വരയ്ക്കാൻ പറ്റുകയെന്ന് പറഞ്ഞ പെയിന്റിങ്ങും എല്ലാം ചെയ്യാൻ പറ്റുക. എനിക്കത് ചിന്തിക്കുക കൂടി ചെയ്ത സ്വപ്നങ്ങളിലും കൂടി ഇല്ലാത്തതാണ് എനിക്ക് നടന്നത് എന്തായാലും. ആഹ് അതുകൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്ട്രെസ് റിലാക്സ് ആവാനും, സ്ട്രെസ് ഒഴിവാക്കി റിലാക്സ് ആവാനും, പിന്നെ എനിക്ക് പുതിയ മോഹങ്ങൾ, എന്താ പറയാ, സ്വപ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ഈ ക്ലാസ് കൊണ്ടാണ് പറ്റിയത്. ഈ കമ്മീഷൻ വർക്ക് ഒന്നും ഒരു സ്വപ്നമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഏഹ് എന്തുകൊണ്ടായിക്കൂടാ അങ്ങനെ ഒരു ചിന്ത പോലും വന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ, എന്താ പറയാ, കോൺഫിഡൻസ് അച്ചീവർ അവാർഡ്, സാർ അന്ന് അത് എക്സാം പോലെയാണ് ഇതെന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ, ഈ അവാർഡ് വെച്ച് തന്നെ. അത് ശരിക്കും അത് ഏഹ് എന്താ പറയാ, നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കുക എന്നുള്ള തോന്നല് ഈ എല്ലാം കൊണ്ടും വലിയ ഉപകാരമാണ്. എങ്ങനെ പറയണം എന്നറിയില്ല എനിക്ക് ഈ ഓൺലൈൻ ക്ലാസ്. എന്റെ സ്വപ്നങ്ങളിലും പോലും ഇല്ലാത്തതാണ് ഇപ്പൊ യാഥാർത്ഥ്യമായത് എനിക്ക്. പിന്നെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയായി. വൈൻഡപ്പ് ചെയ്യും മുമ്പ് ഞാൻ എല്ലാ ആ ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും ഗോൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അടുത്തൊരു വർഷത്തേക്ക് ആർട്ടിലൂടെ നേടാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഗോള് മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ആ ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഉം. എല്ലാവരുടെയും ചിത്രങ്ങൾ വരയ്ക്കണം, പോർട്രേറ്റ് വരയ്ക്കണം എന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള പോർട്രേറ്റ് സെപ്പറേറ്റ്. വര സെപ്പറേറ്റ് വരയ്ക്കണമെന്നുണ്ട്. എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യണം, സർപ്രൈസ് ഗിഫ്റ്റ് ആയി കൊടുക്കണം. എത്ര പേരുണ്ട്? ഹസ്ബൻഡ്, ചേച്ചി, ചേച്ചിയുടെ 2 മക്കള്, അനിയത്തിയുടെ 1 മകൻ, 5 പേര്. 5 പേരല്ല, 7 പേര്. അവരുടെ മക്കളുടെ വൈഫും ഭാര്യമാരും 7 പേര്. നമ്മളെയും കൂടി കൂട്ടി 8 പേര്. 8 പേര്. ആ ഒരു കാര്യം ചെയ്തു 8 സ്റ്റാർട്ട് പേര്. ചെയ്ത്. പിന്നെ ഒരു കാര്യം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് നടക്കുമോന്ന് അറിയില്ല. അതെങ്ങനെ, എനിക്ക് എന്റെ അനിയത്തിയുടെ പിക്ചർ വരയ്ക്കാം, പക്ഷെ എനിക്ക് പറ്റുമോന്ന് അറിയില്ല. ഉം. ആ അത് ഞാൻ അതുകൊണ്ടാ പറയാത്തത്. ഉം. Okay. ഒരു കാര്യം ചെയ്തു, വരയ്ക്കണം എന്നുണ്ട് പക്ഷെ. ഞാൻ എൻ്റെ ട്രാക്ക് പറഞ്ഞുതരാം. ആദ്യം 8 ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോ, നമ്മളടക്കമുള്ള 8 ഫാമിലി അതെ. മെമ്പേഴ്സിന്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക, അത് ഓക്കെ. അറേഞ്ച് ചെയ്യുക. അത് ഇപ്പൊ അറിയാലോ, ഇപ്പൊ ചിലരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ. ഏറ്റവും എളുപ്പമുള്ളത് തൊട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് വരെയുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ നിർബന്ധപൂർവ്വം സെലക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ഫോട്ടോ ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് ക്വാളിറ്റി ഉള്ള ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു പ്രിന്റ് ഷോപ്പിൽ പോയിട്ട് ലേസർ പ്രിന്റ് എടുക്കുക. A4 സൈസിൽ ലേസർ പ്രിന്റ് എടുത്ത് നമ്മുടെ അടുത്ത് വെക്കുക. എന്നിട്ട് പോർട്രേറ്റ് നമ്പർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തോ, വെയിറ്റ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഓൾറെഡി ഒരു ഓക്കെ. പോർട്രേറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയല്ലോ. അതെ. പോർട്രേറ്റ് നമ്പർ ആ, 1 മുതൽ സ്റ്റാർട്ട് ഈ ചെയ്യുക. പോർട്രേറ്റ് ടോട്ടൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് എടുത്തിരുന്നത്. അങ്ങനെ അത് എടുത്താ മതിയോ? അങ്ങനെ ഇല്ല, എന്തെങ്കിലും? പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ വേണം. ഓ, കളക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഈസി അല്ലേ, ഓക്കെ. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഓക്കെ. അങ്ങനെ കളക്ട് ചെയ്യുക. ലാസ്റ്റ് ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ലാസ്റ്റ് പോർട്രേറ്റ് അനിയത്തിയുടെ ആയിട്ട് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ശരിക്കും ഇതെല്ലാം പ്രാക്ടീസ് ആണെന്ന് മനസ്സിലാക്കുക. ഓരോന്ന് കംപ്ലീറ്റ് ആകുമ്പോഴും അടുത്ത പോർട്രേറ്റിൽ ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. പിന്നെ പതിയെ നമ്മൾ ടൂൾസ് ഓക്കെ. അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരും. പിന്നെ വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണക്ട് ചെയ്യാം. ചിത്രങ്ങൾ മാത്രമല്ല ഗ്രൂപ്പിന്റെ അകത്ത് പോസ്റ്റ് ഓക്കെ. ചെയ്യാൻ പറ്റുക. ഡൗട്ടുകൾ ചോദിക്കാം. ഓരോരുത്തർ വരച്ച് കാണുന്ന സമയത്ത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഷർട്ടിന്റെ ഒരു ടെക്സ്ചർ ഒരാൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വരച്ചെന്ന് ചോദിക്കാം, എന്ത് ടൂൾസ് ആണെന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത്രയും പോർട്രേറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച നമ്മുടെ മനസ്സിൽ സ്വപ്നം കാണുന്ന ലെവലിലോട്ട് നമ്മുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് വരണം. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് 1 ഇയർ വേണമെന്നില്ല, ഒരു 8 മന്ത് ഒക്കെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തു ഓക്കെ. എന്തായാലും. വേറെ എന്തെങ്കിലും ഓക്കെ. കോഴ്സ് ഉണ്ടോ? പിന്നെ നമുക്ക് ഒരാളെ നോക്കിയിട്ട് വരയ്ക്കുന്ന, അതൊക്കെ കുറെ കഴിയുമ്പോഴേക്കും നടക്കുമായിരിക്കില്ലേ? ഇതൊക്കെ യെസ്, യെസ്. പഠിച്ചു വരുമ്പോഴേക്ക് അത് നടക്കണം എന്നുണ്ട്. ഒരാളെ നമ്മൾ നോക്കിയിട്ട്, പിക്ചർ നോക്കാണ്ട് ഒരാളെ നോക്കി വരയ്ക്കാൻ പറ്റുന്ന അതാവണം എന്നുണ്ട്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
യെസ്. അപ്പം എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. നല്ലൊരു ഡിസ്കഷൻ, നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ താങ്ക് ഒരുപാട് സന്തോഷം. കറക്റ്റ് ട്രാക്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴേക്കും യു. അത് നമ്മളിപ്പോൾ ഇതുവരെ വരയ്ക്കാത്തൊരു പോർട്രേറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം ആ ടൂൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. ഇത്രയും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ ഒന്നേന്ന് ഡിലേ വെക്കരുത്. ഫോട്ടോ മാക്സിമം പെട്ടെന്ന് ഓക്കെ. കളക്ട് ചെയ്ത് ഒന്നാമത്തെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റാർട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. പിന്നെ ഓർഡറിൽ കംപ്ലീറ്റ് ആക്കിയാൽ മതി. യൂസ്ഫുൾ ആയിരുന്നോ ഈ ഒരു സെഷൻ? വളരെ യൂസ്ഫുൾ ആയിരുന്നു. വളരെ യെസ്. യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഹോൾ ഓഫ് ഫെയിമിൽ കാണാം. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു സോ ബൈ. ഗുഡ് നൈറ്റ്. മച്ച്.